നമസ്കാരം. സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. പ്രത്യേകിച്ച് ഈ വാടകയ്ക്ക് നിൽക്കുന്നവർക്ക് ഉറക്കം കെടുത്തുന്ന സ്വപ്നം തന്നെയാണ്. വീട്, വിവാഹം, കുഞ്ഞ് ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. സമയമാകുമ്പോൾ വന്നു ചേരുന്ന സൗഭാഗ്യം. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, സ്ഥലമുണ്ട്, പക്ഷേ വീടുണ്ടാക്കാൻ മാത്രം കഴിയുന്നില്ല. മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ സ്ഥലമില്ല, പണവുമില്ല. പെട്ടെന്ന് ഒരു ദിവസം ഒരു ഭാഗ്യം പടികടന്നു വരുന്നത് പോലെ അതിനുള്ള ഒരു വഴി തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതാനുഭവം കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഏറെ നാളായി ഒരു വീടുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം വീട് വെക്കുക. അതിൻ്റെ വലിപ്പം, ചെറുപ്പം, ഭംഗിയും സൗകര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ ആഗ്രഹിച്ചു കിട്ടുന്ന വീടല്ലേ, ഒരിക്കലല്ലേ വീട് വെക്കുകയുള്ളൂ. അത് ഗംഭീരമായി തന്നെ ഉണ്ടാക്കാം എന്ന് കരുതി ഉണ്ടാക്കരുത്. ഇതുപോലെ തന്നെ മറ്റു ചിലരുണ്ട്. ചെറിയ വീടൊക്കെ വെച്ചാലേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കുമ്പോൾ പണി മുഴുവനും തീർക്കാതെ വിളിച്ചാൽ നാണക്കേടാവില്ലേ എന്ന് കരുതുന്ന മറ്റു കൂട്ടർ. ഒരു വീടെന്ന സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷം ബാങ്കുകാർക്ക് വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നൊരു കാഴ്ചയാണിത്. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയിട്ട് അവസാനം കരയേണ്ടി വരുന്നൊരവസ്ഥ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്പം സൗകര്യം കുറഞ്ഞാലോ, പണി പൂർത്തിയാക്കാതെ കയറി താമസിച്ചാലോ മറ്റുള്ളവർ പരിഹസിക്കും എന്ന് ഭയന്നിട്ടാണ് നിങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ വീട് വെക്കുന്നത്, അതും കടം വാങ്ങിയിട്ട്. എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ആഘാതമാണ് ആ കടം വീട്ടാൻ പറ്റാതെ ആ വീടും സ്ഥലവും വിൽക്കേണ്ടി വരുന്നത്, വീട് ജപ്തിയാകുന്നത്. അത് നിങ്ങൾക്ക് മാനക്കേട് ഉണ്ടാക്കില്ലേ? ഇത്തരം ഒരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ആധികാരികമായിട്ടും ഒന്നും അല്ലെങ്കിലും അനുഭവം കൊണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളാം. ഒരു വീട് നിർമ്മിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പ്ലാനിങ് എന്ത് ഉദ്ദേശിച്ചത്, വീട് എങ്ങനെ വേണം എന്നതിനൊപ്പം ആ വീട് നിർമ്മിക്കാൻ എത്ര പണം വേണ്ടിവരും. ചിലപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിയതിൽ നിന്നും ഒരു പടി മുന്നിലാവാൻ ചിലവ്, അത് സ്വാഭാവികം. പിന്നെ വീട് വെക്കുമ്പോൾ അത്യാവശ്യം ചെറിയ കടങ്ങളൊക്കെ വരാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ലോൺ എടുക്കാതെ മറ്റ് കടങ്ങളൊന്നുമില്ലാതെ വീട് വെക്കാനുള്ള സാമ്പത്തികം ഉണ്ട് എങ്കിൽ നല്ലത്. ഇല്ല എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളൊരു വീട് വെക്കാൻ ലോൺ എടുക്കുന്ന സമയത്ത് വീട് വെക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങളുടെ നിത്യ ചിലവുകൾ കൊണ്ടുപോകാനുള്ളൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ വീട് വെക്കാനായി എടുത്ത ലോണിൽ നിന്നും നിങ്ങളുടെ നിത്യ ചിലവുകൾ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഇരട്ടി പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. വീട് പൂർത്തിയാകുകയുമില്ല, ബാധ്യതയായിട്ട് ബാധ്യത കൂടെ നിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ വീടിൻ്റെ അടിത്തറ കെട്ടാനുള്ള പണമുണ്ട്, പിന്നെ ഉള്ളതിന് ലോൺ എടുക്കണം. അങ്ങനെ ലോൺ എടുക്കേണ്ടി വരുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാകുമെന്ന് വീട് പണി തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ ആരുടെ വാക്കിലും അതിൻ്റെ ഉറപ്പിലും സഹായിക്കാൻ ആളുണ്ട് എന്ന വിശ്വാസത്തിലും വീട് പണി തുടങ്ങരുത്. ചിലപ്പോൾ നിങ്ങളോട് വാക്കു പറഞ്ഞവർ എപ്പോൾ വേണമെങ്കിലും വാക്കു മാറാം, മനുഷ്യരല്ലേ. വീട് പണി പൂർത്തിയാകുമ്പോഴേക്കും ലോൺ അടച്ചു തുടങ്ങാനാകുമ്പോഴേക്കും മറ്റെന്തെങ്കിലും വഴിയിലൂടെ പണം വരാനുണ്ട് എന്ന് കരുതിയും ലോൺ എടുക്കരുത്. സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് മാത്രം ലോൺ എടുക്കുക. അതും പരമാവധി കാലാവധി കുറച്ച് ലോൺ എടുക്കണം കേട്ടോ. കാലാവധി കൂടുന്നതിനനുസരിച്ചിട്ട് പലിശ കൂടുമെന്ന് ഓർക്കണം. നമ്മൾ അടയ്ക്കുന്ന തുകയിൽ ഭൂരിഭാഗവും പലിശയിലേക്ക് മാത്രമാകും. പിന്നെ അതൊരു വല്ലാത്തൊരു ബാധ്യതയായിട്ടായിരിക്കും നമുക്ക് മാറാൻ പോകുന്നത്. അടുത്തത് 5 സെൻറ്റും അതിൽ താഴെയുള്ളവരും ലോണിന് ശ്രമിക്കുമ്പോൾ ലോണ് കിട്ടാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലമാണെങ്കിൽ ലോണ് കിട്ടും. അതിനോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ എസ്റ്റിമേഷനും അവർ പരിഗണിക്കാറുണ്ട്. കൂടുതലായിട്ടും 1000 സ്ക്വയർ ഫീറ്റിനും അതിന് മുകളിലേക്കും വരുന്നവർക്കാണ് കൂടുതലായി ലോൺ കൊടുക്കുന്നത്. എന്നാൽ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞവർക്കും ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലോണിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പരമാവധി അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അന്വേഷിക്കുക. എടുത്തു ചാടി ലോണിലേക്ക് പോകരുത്. നിലവിൽ അതായത് ലോണിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വരുമാനം എത്രയാണോ അതിൽ ഒതുങ്ങുന്ന ലോൺ എടുക്കുക. പിന്നീട് വരുമാനം വരുന്നതിനനുസരിച്ചിട്ട് വീടിൻ്റെ പണി തീർക്കുകയോ അല്ലെങ്കിൽ ലോൺ കൂട്ടിയെടുത്തിട്ട് വീട് പൂർത്തീകരിക്കുകയോ ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഒരു മാസം 20,000 രൂപ വരുമാനം ഉണ്ട് എന്ന് കരുതുക, നിങ്ങൾക്കൊരു 13,000 രൂപ ലോൺ അടക്കണം.
ബാക്കി വരുന്നത് ചിലവായിട്ട് കൊണ്ടുപോകാം. ചിലപ്പോൾ നിങ്ങൾ കരുതും അത് കുഴപ്പമില്ല, നമുക്കൊരു 18,000 രൂപ വരെ ലോൺ അടച്ചിട്ട് ബാക്കിയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാം എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ ലോൺ എടുക്കരുത്. മനുഷ്യൻ്റെ കാര്യമാണ്, കുടുംബമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ചിലപ്പോൾ ചിലവുകൾ ഒരു മാസം നമുക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു റിസ്കിന് തയ്യാറാവരുത്. നമുക്ക് ലോൺ അടക്കാൻ കഴിയുന്ന തുക അത് മാത്രമേ എടുക്കാവൂ. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്, അതുമല്ല ഫാമിലിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കാരണം സ്വന്തമായി മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീട് വാസയോഗ്യമാക്കി മാത്രം മാറി താമസിക്കുക. കൂടുതൽ ബാധ്യത വരുത്തരുത്. സ്വന്തം കയ്യിലെ വരവ് മനസ്സിലാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ഒരുക്കി ആ വീട്ടിലേക്ക് നിങ്ങൾ മാറി താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഭാവിയിൽ ആ ഒരു വീട് പൂർത്തീകരിക്കാനും നിങ്ങൾ ആഗ്രഹിച്ച പോലെ പണി തീർക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. അല്ലാതെ ആഡംബരം കാണിക്കാൻ വേണ്ടി വരവറിയാതെ ഒരിക്കലല്ലേ വീട് വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കടങ്ങൾ മുഴുവനും വാങ്ങിക്കൂട്ടി വീട് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനവും പോകും, അതിൻ്റെ പിന്നാലെ വീടും നഷ്ടപ്പെടും. ഒരു വീട് എന്നത് ഒരാൾക്ക് വേണ്ടി മാത്രം താമസിക്കാനുള്ളതല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വീട് എങ്ങനെ വേണം എന്നുള്ളത് കൂടെയുള്ളവരുമായി ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക. അഭിപ്രായങ്ങൾ പലതായിരിക്കും, എന്നാൽ വരുമാനം ഒരാളുടെ കയ്യിൽ നിന്നും മാത്രമാണ്, ആ വീടിൻ്റെ ഭാരം ഒരാളുടെ ചുമലിൽ മാത്രമാണ് എങ്കിൽ ആ ഭാരം ചുമക്കുന്നവൻ്റെ വാക്കിന് മാത്രം വില കൽപ്പിക്കണം. അവർക്ക് സാധിക്കുമെങ്കിൽ എല്ലാം ഒത്തിണങ്ങിയ ഒരു വീട് നിർമ്മിക്കട്ടെ. ഇല്ല എങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് മാറി താമസിക്കാൻ കുടുംബം തയ്യാറാവുകയും ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഇനിയുള്ള കാലം മനസമാധാനമായിട്ട് ആരും വീട് കൊണ്ടുപോകില്ല എന്ന സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ സാധിക്കും. പലരുടെയും അനുഭവം സാക്ഷിയായ ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഉൾക്കൊള്ളുക.